മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിറവേറിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന വചനങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനങ്ങൾ, അവ കാലത്തിൻ്റെ അനുഗതിയിൽ പൂർത്തിയാകിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പാവങ്ങളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും അവൻ നമുക്ക് സൗഖ്യം നൽകുന്നു. ആ ഒരു രക്ഷയുടെ സന്ദേശമാണ് വചനത്തിലൂടെ, സുവിശേഷത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുക. നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ ആ വായിക്കുന്ന വചനങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന വചനങ്ങൾ അവ പൂർത്തീകരിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ആ വചനങ്ങൾ മാംസം ധരിക്കപ്പെടുകയാണ്. അതിനാൽ തന്നെ ഓരോ ദൈവവചനവും പഠിക്കേണ്ടതിൻ്റെയും വായിക്കേണ്ടതിൻ്റെയും അവയനുസരിച്ച് ജീവിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ പ്രയാസങ്ങളിലേക്ക്, ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു വരുന്ന സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ തുറവിയുള്ളതാക്കി തീർക്കുന്നത് ഈ ദൈവവചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് തന്നെയായിരുന്നു. ആ വചനം തന്നെയായിരുന്നു ദൈവം എന്ന് പറയുന്ന ആ വചനത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. അവൻ ക്രൂശിതനായവൻ, അപ്പമായി തീർന്നവൻ നമ്മുടെ ഉള്ളിലേക്ക് വാസമാകുവാൻ നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും അവൻ എത്തിച്ചേരുകയാണ്. അവിടെ വചനം മാംസം ധരിക്കുകയാണ്. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിവൃത്തിയായി എന്നുള്ള അവൻ്റെ വചനത്തിന് നമ്മളും സാക്ഷികളായി തീരുകയാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന ഭാവത്തിൽ നിന്നും ക്രിസ്തു ശിഷ്യനിലേക്കുള്ള വളർച്ചയായി അത് മാറുകയും ചെയ്യുകയാണ്. മറ്റുള്ളവരേക്ക്, നമ്മളിൽ ഉള്ളിൽ കടന്നു വരുന്ന വചനത്തെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക കൂടി ചെയ്യുമ്പോഴാണ് വചനം പൂർത്തീകരിക്കുന്നത്.